ഹായ് ഓൾ, എല്ലാവർക്കും എയർജോളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സംസാരം എന്ന് പറയുന്നത്, ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ആടുജീവിതം എന്ന സിനിമ തന്നെയാണ്. അപ്പോൾ ആടുജീവിതത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയും കുറച്ച് ഫാക്ട്സുകൾ, ഫൺ ഫാക്ട്സ് എന്നോ ഒക്കെ പറയാവുന്ന ആടുജീവിതം എന്ന നോവലിനെയും സിനിമയും കുറിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എയർജോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2 ദിവസമായിട്ട് ആടുജീവിതത്തെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഉള്ള കുറേ പോസ്റ്റുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ കണ്ടു വന്ന ഒരു പോസ്റ്റാണ് നജീബ് എന്ന ആ ഒരു ക്യാരക്ടർ ആടുജീവിതം എന്ന നോവലില് ഒരു ആടുമായിട്ട് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പരാമർശം പലർക്കും ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ചില പോസ്റ്റുകൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യം സത്യത്തിൽ നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം ബെന്യാമിൻ തന്നെ നൽകുന്നുണ്ട്. ആടുമായിട്ടുള്ള ലൈംഗിക പരാമർശം തീർച്ചയായിട്ടും നോവലിൽ മനഃപൂർവ്വം ബെന്യാമിൻ തന്നെ അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഹക്കീം എന്ന ക്യാരക്ടറിന്റെ മരണവും, അതും അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം നോവലിലേക്ക് എഴുതി ചേർത്ത കാര്യമാണ്. ശരിക്കുമുള്ള ഹക്കീം നജീബിനൊപ്പം രക്ഷപ്പെട്ട ആളാണ്. പക്ഷെ അവിടെ കുറച്ച് പ്രേക്ഷകർക്ക്, വായനക്കാരനിലേക്ക് കുറച്ച് ഇമോഷൻസ് കൊടുക്കാനായിട്ട്, ഒരു നോവൽ എന്ന് പറയുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഇമോഷൻസും കാര്യങ്ങളും അങ്ങനെ ഒരു പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ചില കാര്യങ്ങളിൽ 1-2 കാര്യങ്ങളാണ് ഈ ഒരു ആടുമായിട്ടുള്ള ലൈംഗിക പരാമർശവും അതേപോലെ തന്നെ ഈ ഒരു ഹക്കീം എന്ന ക്യാരക്ടറിന്റെ മരണവും. തീർച്ചയായിട്ടും നോവൽ വായിച്ചവർക്കറിയാം ഹക്കീം എന്ന ക്യാരക്ടറിന്റെ മരണം എത്രത്തോളം വായനക്കാരനെ വേട്ടയാടിയിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും സിനിമയിലും അതേപോലെ തന്നെയാണ്, വളരെ ഗംഭീരമായിട്ടാണ് ആ ഒരു സീക്വൻസുകളൊക്കെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ആടുജീവിതം എന്ന നോവൽ ഒരിക്കലും ഒരു ബയോപിക് അല്ല, ഒരാളുടെ ഒരു ജീവചരിത്രം അതേ കണക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു നോവൽ അല്ല ആടുജീവിതം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സിനിമ നോവലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് സിനിമ. അപ്പം ആടുജീവിതം എന്ന് പറയുന്നത് നജീബ് എന്ന ആള് ആ ഒരു മരുഭൂമിയിൽ അനുഭവിച്ച കഷ്ടതകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് ആടുജീവിതം. അതിൽ ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് കൊണ്ട് തന്നെ ബെന്യാമിന്റെ കുറെ ഭാവനകളും കൂടെ ചേർത്തിട്ടുള്ള ഒരു സൃഷ്ടിയാണ്, ഒരു കലാസൃഷ്ടിയാണ് ആടുജീവിതം. അങ്ങനെയാണ് ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്പൂർണ്ണ നോവലായിട്ട് ആടുജീവിതം മാറിയിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നജീബ് ചെയ്തിട്ടുള്ളതോ അനുഭവിച്ചിട്ടുള്ളതോ കാര്യങ്ങളല്ല. പക്ഷെ അതിനകത്ത് കുറെ കഷ്ടതകൾ നജീബ് ശരിക്കും അനുഭവിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് കടം കൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ആടുജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഹക്കീം എന്ന ക്യാരക്ടർ ശരിക്കും രക്ഷപ്പെട്ട ഒരാളാണ്, നജീബിനൊപ്പം രക്ഷപ്പെട്ട ഒരാളാണ്. പിന്നീട് അദ്ദേഹത്തെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ നജീബിനൊപ്പം രക്ഷപ്പെട്ട ആളാണ് ഹക്കീം എന്ന് ബെന്യാമിൻ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അവിടെ ആ ഒരു ക്യാരക്ടറിനെ മരണത്തിലേക്ക് നയിപ്പിച്ചത്, അവിടെ ആ ഒരു സന്ദർഭത്തിൽ പ്രേക്ഷകന് കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രേക്ഷകനെ ആ ഒരു നോവലിലേക്ക് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് മറ്റുള്ള ഈ കൂടിച്ചേർക്കലുകളെല്ലാം. പിന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു കംപ്ലൈന്റ് ആണ്, ആടുജീവിതം എന്ന നോവലിനോട് സിനിമ നീതി പുലർത്തിയിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ ആടുജീവിതം എന്ന നോവൽ തന്ന അതേ ഫീലിംഗ് ആ ഒരു പ്രേക്ഷകന് നൽകുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആടുജീവിതം എന്ന സിനിമ നോവലിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഒരു നോവല് വായനക്കാരൻ വായിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസും അദ്ദേഹത്തിന്റെ ചിന്തകളും, ഇപ്പം നജീബ് എന്ന ക്യാരക്ടർ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ആ ഒരു നോവലിന്റെ തുടക്കത്തിൽ ഒരു സൗദിയിലെ ഒരു പോലീസ് സ്റ്റേഷനും ജയിലും ഒക്കെയാണ് കഥാപരിസരമായിട്ട് വരുന്നത്. ആ ഒരു ജയിലിനുള്ളിലേക്ക് നജീബും കൂട്ടാളിയും കൂടെ കടന്നു ചെല്ലുമ്പോഴത്തേക്കും നജീബിന്റെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ, ഒരു ചെറിയ കുടിസുമുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതുപോലും ഒരു സ്വർഗമായിട്ട്, ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്ന് അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് നജീബിന്റെ ചിന്തകളിലൂടെ നോവലിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അതേ കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സിനിമയിൽ ഇല്ല എന്നുള്ളത് പോട്ടെ, പക്ഷെ അതേ കാര്യം സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും അതേ ചിന്തകൾ ശരിക്കും നമുക്ക് വിഷ്വലൈസേഷനിലൂടെ കാണിക്കാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു പോകാമെന്നല്ലാതെ നജീബിന്റെ ചിന്തകളും അതേ കണക്ക് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്ന കാര്യങ്ങൾ അതേ കണക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ സിനിമയുടെ ലെങ്ത് കൂടി പോകും. ഫസ്റ്റ് ഓഫ് ഓൾ, സിനിമ എന്ന് പറയുന്നത് 3 മണിക്കൂറിൽ ഒതുക്കിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ലാഗ് അനുഭവപ്പെടും. അതുകൊണ്ട് 3 മണിക്കൂറിൽ ഈ ഒരു വലിയ നോവലിനെ ഒതുക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളും തള്ളിക്കളയേണ്ടതായിട്ട് വരും, അതേപോലെ തന്നെ പല കാര്യങ്ങളും ഉൾക്കൊള്ളേണ്ടതായിട്ടും വരും. ഈ ഒരു നോവൽ ഇല്ലാത്ത പല കാര്യങ്ങളിലും ചില കാര്യങ്ങളിലൊക്കെ മാറ്റി സിനിമയിൽ അവതരിപ്പിക്കേണ്ടതായിട്ടും വരും. തീർച്ചയായിട്ടും അതൊരു സംവിധായകന്റെയും എഴുത്തുകാരൻ്റെയൊക്കെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കി അത് ഒരു സിനിമയായിട്ട് തന്നെ കാണുക. നോവലും സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യാതെ സിനിമയായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആടുജീവിതം എന്ന സിനിമ 100% ഈ ഒരു നോവലിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇതുക്കും മേലെ ഒരു ആടുജീവിതം സിനിമയാക്കി വെക്കാൻ ആർക്കും സാധിക്കുമെന്ന് ഞാൻ പേഴ്സണലി കരുതുന്നില്ല. പൃഥ്വിരാജിനും മുകളിൽ ഈ ഒരു പെർഫോമൻസ് ആർക്കും ചെയ്തു വയ്ക്കാനും അത്രത്തോളം ഡെഡിക്കേഷൻസ് ആർക്കും ഇട്ടാനും ഈ ഒരു ക്യാരക്ടറിലേക്ക് ആ ഒരു ഡെഡിക്കേഷൻസ് കൊടുക്കാനും വേറെ ഒരാൾക്കും കഴിയുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. കാരണം ഈ ഒരു ക്യാരക്ടർ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം പൃഥ്വിരാജ് സുകുമാരന്റെ ഒരു സീൻ എന്നെ വല്ലാണ്ട് വേട്ടയാടി.
ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം 1-2 ദിവസത്തേക്ക് എന്നെ ഉറക്കത്തിൽ പോലും ആ ഒരു ക്യാരക്ടർ, നജീബിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ആക്ടർ എന്നെ വേട്ടയാടിയിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരു സീൻ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. കാരണം സെക്കൻഡ് ഹാഫിൽ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്, മുഖത്തേക്ക് വെള്ളം വന്ന് വീഴുമ്പോഴത്തേക്കുള്ള പൃഥ്വിരാജിന്റെ ആ ഒരു റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ട്രെയിലറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട്. ആ ഒരു സീനിന് മുമ്പ് രാജുവേട്ടൻ, അതായത് നജീബ് എന്ന ക്യാരക്ടർ ഷർട്ടും ഡ്രസ്സൊക്കെ ഊരിയിട്ട് പോകുന്ന ഒരു പോക്കുണ്ട്. ശരിക്കും ഞാൻ തലയിൽ കൈവച്ചിട്ട് എന്തുവാ ഈ മനുഷ്യൻ ചെയ്തേ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അതേപോലൊരു റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. എന്നുള്ളൊരു റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത് ഞാൻ കേട്ടു. ശരിക്കും ഒരു ആക്ടർ ഇതിനെ കൂടുതൽ എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഡെഡിക്കേഷൻ കൊടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് തോന്നിപ്പോയി ആ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്കും. ശരിക്കും അതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ഒരു നടന്റെയും പ്രകടനം എന്നെ എത്രത്തോളം ഈ അടുത്തൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് എന്നെ ഇതേ കണക്കൊരു പ്രകടനം എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളത് തന്മാത്രയിലെ മോഹൻലാലിന്റെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് എന്നെ ഭയങ്കരമായിട്ട് പല രാത്രികളിലും എന്നെ വേട്ടയാടിയിട്ടുള്ളതാണ് ആ സിനിമ കഴിഞ്ഞതിന് ശേഷം. അതേപോലൊരു വേട്ടയാടൽ ഞാൻ അനുഭവിക്കുന്നത് ഇപ്പം ആടുജീവിതത്തിൽ രാജുവേട്ടൻ്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ തന്ന ആ ഒരു ഇമോഷൻസിന് മുകളിലായിട്ട് രാജുവേട്ടൻ്റെ ഈ ഒരു ഹാർഡ് വർക്ക് എൻ്റെ കണ്ണ് നനയിച്ചു. ആ ഒരു സീനിൽ പ്രത്യേകിച്ച് എൻ്റെ കണ്ണ് നനഞ്ഞത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ആക്ടറിനെ ഓർത്തിട്ടാണ്. അതേപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആടുജീവിതം എന്ന സിനിമ ഈ ഒരു നജീബിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും ഹക്കീം എന്ന ക്യാരക്ടറും, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഹക്കീമും ഇതേ കണക്ക് ഒരു ചതിയിൽപ്പെട്ടിട്ട് ഈ കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ചെയ്ത ഗോകുൽ എന്ന ചെറുപ്പക്കാരനും ഇതേപോലെയുള്ള ട്രാൻസ്ഫോർമേഷനൊക്കെ ചെയ്ത് അതും തീർച്ചയായിട്ടും അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗംഭീര പെർഫോമൻസും ആയിരുന്നു. അത് ഹക്കീമിന്റെ അവസാന നിമിഷങ്ങളെല്ലാം ഗംഭീരമായിട്ടാണ് ഗോകുൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ശരിക്കും അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി കുറച്ച് ഫാക്ട്സ് ഈ ഒരു ആടുജീവിതം നോവലുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഞാൻ അറിഞ്ഞ, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. എന്നാലും ആ ഒരു ഫാക്ട്സ് ഞാൻ ഇവിടെ പറയാം. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ഹക്കീം എന്ന ക്യാരക്ടർ ഈ ഒരു നോവലിലും സിനിമയിലും മരിക്കുന്നുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ ഹക്കീം മരിച്ചിട്ടില്ല, നജീബിനൊപ്പം രക്ഷപ്പെട്ട ഒരാളാണ്. പക്ഷെ പിന്നീട് ഹക്കീമിനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല. അത് ഒന്നാമത്തെ ഒരു ഫാക്ട്. രണ്ടാമത്തെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്, സിനിമയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സിനിമയിൽ ഒരു മരുഭൂമിയിൽ വെച്ചിട്ട് ഒരു വിഷപ്പാമ്പുകളുടെ ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്നേക്സ് എല്ലാം ഒറിജിനലാണ്. ഒറിജിനലായിട്ടുള്ള സ്നേക്സ് ചില സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോണിനകത്താണ്. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, അപ്പം അത് പാമ്പുകളെ VFX യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ അതിനകത്ത് 3-4 പാമ്പുകൾ ഒറിജിനലായിട്ടുള്ള പാമ്പുകളെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് സുകുമാരൻ തന്നെ റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. ആ ഒരു പാമ്പുകളെ ഒറിജിനൽ ആണെന്നുള്ള കാര്യം. ഈ ഐഫോണിന്റെ കാര്യം അവിടെ പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിഞ്ഞ ഒരു അറിവ് പ്രകാരം ഐഫോൺ ഉപയോഗിച്ചാണ് ചില സീക്വൻസുകളൊക്കെ, ആ ഒരു പാമ്പിന്റെ സീക്വൻസുകളിൽ ചിലതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോൺ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അടുത്ത ഒരു കാര്യം, ഇതിനകത്ത് ഒരു മണൽക്കാറ്റ്, കൊടുങ്കാറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു മണൽക്കാറ്റ് ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ആ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നപ്പോഴത്തേക്കും വെതർ അലർട്ട് കിട്ടി. അങ്ങനെ ആ ഒരു മണൽക്കാറ്റ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീക്വൻസും കൂടി ഈ ഒരു സിനിമയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് VFX ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ. പക്ഷേ 1-2 സീക്വൻസ് VFX പോലും യൂസ് ചെയ്യാതെ ആ ഒരു കാറ്റിന്റെ ഷോട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് ഇബ്രാഹിം എന്ന ക്യാരക്ടറും അതേക്ക് നജീബ് എന്ന ക്യാരക്ടറും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു സീക്വൻസിലെ ചില ഷോട്ട്സ് ഒറിജിനലായിട്ടുണ്ടായ ആ ഒരു സ്റ്റോം അവർ ഷൂട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ബാക്കി കുറെ ഭാഗങ്ങളൊക്കെ VFXും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പൃഥ്വിരാജ് സുകുമാരൻ ശരിക്കും പറഞ്ഞാൽ അങ്ങേർക്ക് ആ ഒരു ഓസ്കാർ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഒപ്പിച്ച് കൊടുക്കണോടെ. അത്രമാത്രം ഡെഡിക്കേഷൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ എടുത്തിട്ടുണ്ട്. പ്രകടനവും അതിഗംഭീരമായിരുന്നു. പല സ്ഥലത്തും സെക്കൻഡ് ഹാഫിൽ നമുക്ക് പൃഥ്വിരാജ് സുകുമാരനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ അവിടെ നജീബിനെ കാണാൻ പറ്റുമായിരുന്നു. ഗംഭീരമായിരുന്നു, ഗംഭീര സാധനമായിരുന്നു. പല സീൻസും എന്നെ ഭയങ്കരമായിട്ട് വേട്ടയാടി. അതിനകത്ത് രാജുവേട്ടൻ്റെ പല സീൻസും ഓക്കെ ഗംഭീര പ്രകടനമായിരുന്നു. എങ്ങനെയെങ്കിലും ആ ഒരു ഓസ്കാർ ഒന്ന് ഒപ്പിച്ച് കൊടുക്കാൻ ഒരു അത്യാഗ്രഹമാണെങ്കിൽ പോലും, ഓക്കെ ഒരു വിദൂര ചാൻസ് ആണെങ്കിൽ പോലും അതെങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പോവുകയാണ് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കാണുമ്പോഴത്തേക്ക്. തീർച്ചയായിട്ടും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ കണ്ടുവരിക്കും. ബൈ ബൈ.